അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസസ്. നമുക്കറിയാം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ടു ആൻ അണ്ടർടേക്കിംഗ് ആൻഡ് ദ നോഷണൽ കോസ്റ്റ് ഓഫ് യൂസ് ഓഫ് ഓൺഡ് അസറ്റ്. നമ്മുടേതായിട്ടുള്ള അസറ്റുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന നോഷണൽ കോസ്റ്റും നമ്മളുടെ അണ്ടർടേക്കിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സർവീസസിന് നമ്മൾ പേ ചെയ്യുന്ന കോസ്റ്റാണ് ഈ എക്സ്പെൻസിൽ വരിക. അത് തന്നെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ്, അതായത് ഏതെങ്കിലും ഒരു കോസ്റ്റ് സെന്ററിനോടോ കോസ്റ്റ് യൂണിറ്റിനോടോ ഐഡന്റിഫൈ ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനും പറ്റുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ചാർജബിൾ എക്സ്പെൻസ് എന്നും പ്രൈം കോസ്റ്റ് എക്സ്പെൻസ് എന്നും പ്രോസസ് എക്സ്പെൻസ് എന്നും പ്രൊഡക്റ്റീവ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ പറയും. അതിൽ വരുന്നത് ഹയറിംഗ് ചാർജസ് ഓഫ് സ്പെഷ്യൽ മെഷീൻ ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ടൊരു സ്പെഷ്യൽ മെഷീൻ വാങ്ങിച്ചു. ആ മെഷീൻ വാങ്ങിക്കാൻ തൽക്കാലം വാടകയ്ക്ക് എടുത്തതായിരിക്കാം, അതിന് വേണ്ടുന്ന ഹയറിംഗ് ചാർജ് അല്ലെങ്കിൽ വാങ്ങിച്ചതായിരിക്കാം ആ ഒരു ചാർജ്. കോസ്റ്റ് ഓഫ് പാറ്റേൺ പ്ലാൻ ഡിസൈൻസ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബിന്റെ പാറ്റേൺ എങ്ങനെ ചെയ്യണം, അതിന്റെ പ്ലാന് ഡിസൈന്, അതൊക്കെ അതിനൊക്കെ ഒരു കോസ്റ്റ് ഉണ്ട്. അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു പർട്ടിക്കുലർ ജോബ്. ഒരു ജോബുമായി റിലേറ്റഡ് ആയിട്ടുള്ള R&D ആക്ടിവിറ്റീസ്. ആർക്കിടെക്ചറിന് സർവേയേഴ്സിന് ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന ആർക്കിടെക്ട് സർവേയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവീസ് പുറമേന്ന് സർവീസ് പേ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ഫീസ്, നമ്മൾ ലീസിനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റോയൽറ്റി, ഒരു പർട്ടിക്കുലർ ജോബുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ എക്സ്പെൻസ്, അതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരിക. അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ആളിക്ക് പോയ ട്രാവൽ എക്സ്പെൻസ്, ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ഇന്ന കോൺട്രാക്റ്റിൽ ലീസിന്റെ കോൺട്രാക്റ്റിൽ പേ ചെയ്ത റോയൽറ്റി, അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതൊരു എക്സ്പെൻസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ രണ്ടിലും വരുന്നില്ല. നമുക്ക് അതിനെ ഡയറക്റ്റ് മെറ്റീരിയലിലും ചേർക്കാൻ പറ്റില്ല, ഡയറക്റ്റ് ലേബറിലും ചേർക്കാൻ പറ്റില്ല. അത് രണ്ടും അല്ലാതെ വരുന്ന എല്ലാ ചെലവുകളും ആക്ച്വലി ഐദർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിന് സ്വന്തമായിട്ട് അലോക്കേറ്റ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്ന എക്സ്പെൻസിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. എക്സ്പെൻസസ് വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ് ബട്ട് which can be apportioned to or absorbed by specific cost center അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റെന്റ്, റേറ്റ്, ടാക്സ്. ആ റെന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ടാക്സിന്റെ റേറ്റ് എന്നൊന്നും പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിനല്ല, അത് എല്ലാവർക്കുമാണ്. ഇൻഷുറൻസ്, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ടെലിഗ്രാം, ടെലിഫോണ്, ഡിപ്രിസിയേഷൻ, അഡ്വർടൈസിങ്, അതൊക്കെ എപ്പോഴും വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ്. കാരണം എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആ കാര്യങ്ങളൊന്നും ഒരു ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ഒരു ജോബിന് എന്ന് പറഞ്ഞ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും ഡയറക്റ്റ് മെറ്റീരിയലും അല്ല, ഡയറക്റ്റ് ലേബറും അല്ല. പക്ഷെ അത് ഇൻഡയറക്റ്റ് ലേബറും അല്ല, ഇൻഡയറക്റ്റ് മെറ്റീരിയലും അല്ല. പക്ഷെ അത് എക്സ്പെൻസ് ആണ്, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓവർഹെഡ്സ്. അതിൽ തന്നെ ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസ്, അത് പ്രൈം കോസ്റ്റ് എന്ന് പറയും. ഇതിന്റെ എല്ലാം കൂടി സമ്മ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റിനെ എല്ലാം കൂടി നമ്മൾ ഓവർഹെഡ് എന്നാണ് പറയുക. അതായത് എഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ആ ഓവർഹെഡിനെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് എന്നും ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്നും സെല്ലിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്നും നമ്മൾ ആക്കുന്നുണ്ട്. അതിൽ ഫാക്ടറി ഓവർഹെഡ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്.
ഫാക്ടറി ഓവർഹെഡിനെ വർക്ക് ഓവർഹെഡ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറയും. ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, റെന്റ്, റേറ്റ്, ഇൻഷുറൻസ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, depreciation of factory building, plant and machinery, factory lighting and heating, work manager's salary, idle time and overtime wage of workers, stationery and telephone expense of factory. ഇത്രയും സംഭവങ്ങൾ വരിക ഫാക്ടറി ഓവർഹെഡിൽ. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് ഇൻഡയറക്റ്റ് മെറ്റീരിയലും വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് ലേബറും വരുന്നുണ്ട്, അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ എന്തൊക്കെ വരുന്നുണ്ടോ അത് വരുന്നുണ്ട്. അതെല്ലാം ഫാക്ടറി ബിൽഡിങ്ങുമായി റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ അത് ഫാക്ടറി ഓവർഹെഡ് ആകും. ക്ലിയർ? ഇനി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് അതൊരു ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എൻ ഓർഗനൈസേഷനുമായി അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതിലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസും വരും. പക്ഷെ ഇൻ റിലേഷൻ ടു ഫാക്ടറി വരുന്ന ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസിനെ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഇൻ റിലേഷൻ ടു ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ജനറൽ അഡ്മിനിസ്ട്രേഷനുമായി റിലേറ്റ് ആയിട്ട് വരുന്നത് ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയും. ഇപ്പോ ജനറൽ മാനേജർ, ഓഫീസ് മാനേജർ, അവരുടെ സ്റ്റാഫിന്റെ സാലറി, റെന്റ്, റേറ്റ്, ഇൻഷുറൻസ് ഓഫ് ഓഫീസ് ബിൽഡിംഗ്. ഫാക്ടറി ബിൽഡിങ്ങിന്റെ റെന്റ്, റേറ്റ്, ഇൻഷുറൻസ് ആണെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അത് ഫാക്ടറി ഓവർഹെഡ് ആണ്. പക്ഷെ റെന്റ്, റേറ്റ്, ഇൻഷുറൻസ് ഓഫ് ഓഫീസ് ബിൽഡിംഗ് ആണെങ്കിൽ അതും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പക്ഷെ അത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ്. അതുപോലെ ഓഫീസ് ബിൽഡിങ്ങിന്റെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, ഓഫീസ് ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചറിന്റെ ഡിപ്രിസിയേഷൻ, ഓഫീസ് ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന സ്റ്റേഷനറി, ടെലിഫോൺ എക്സ്പെൻസസ്, ഓഫീസ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡയറക്ടറിന്റെ ഫീസ്, ഓഡിറ്റ് ഫീസ്, ലീഗൽ ചാർജസ്, ഇതെല്ലാം വരുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട് മെറ്റീരിയലും ഇൻഡയറക്ട് ലേബറും ഇൻഡയറക്ട് എക്സ്പെൻസ് തന്നെയാണ്. പക്ഷെ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ഫാക്ടറിയിലാണ് ഇൻകർ ചെയ്യുന്നതെങ്കിൽ അത് ഫാക്ടറി ഓവർഹെഡ്. ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഓഫീസിലാണ് ഇൻകർ ചെയ്യുന്നതെങ്കിൽ അത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഇതേ സംഭവങ്ങൾ തന്നെ സെല്ലിങ്ങിനും ഡിസ്ട്രിബ്യൂഷനും ആണ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം നമുക്കറിയണം. ക്ലിയർ? ഇനി സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ദാറ്റ് ഈസ് ഇൻകേർഡ് ഇൻ ദ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മാനേജറിന്റെയും സെയിൽസ്മെന്റിന്റെയും സാലറി അലവൻസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ഷോറൂമിന്റെ റെന്റ്, ഇൻഷുറൻസ്, ഡിപ്രിസിയേഷന്, അഡ്വർടൈസ്മെന്റും പബ്ലിസിറ്റി എക്സ്പെൻസുകൾ, ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ്, എന്റർടൈനിങ് കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസുകൾ, സെയിൽസ് സർവീസ് എക്സ്പെൻസ്, ആഫ്റ്റർ സെയിൽസ് സർവീസ് എക്സ്പെൻസ്, കസ്റ്റമേഴ്സിന് അലോക്കേറ്റ് ചെയ്യുന്ന കമ്മീഷൻ, ഡിസ്കൗണ്ട്, ഇതൊക്കെ സെല്ലിംഗ് ഓവർഹെഡിലാണ്. ഇവിടെയും വരുന്നത് എന്താണ്? ഇൻഡയറക്ട് മെറ്റീരിയലും ഇൻഡയറക്ട് ലേബറും ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്. പക്ഷെ ഇത് ഇൻകർ ചെയ്യപ്പെടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ്. സോ ഓൾ ദിസ് കംസ് അണ്ടർ സെല്ലിംഗ് ഓവർഹെഡ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ശരിക്കും ഇൻഡയറക്ട് ലേബർ പ്ലസ് ഇൻഡയറക്ട് എക്സ്പെൻസ് പ്ലസ് ഇൻഡയറക്ട് മെറ്റീരിയൽ ആണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഓവർഹെഡ് ഫാക്ടറി ബിൽഡിങ്ങിലാണ് ഇൻകർ ചെയ്യുന്നതെങ്കിൽ ഫാക്ടറി ഓവർഹെഡ്, ഓഫീസിലാണ് ഇൻകർ ചെയ്യുന്നതെങ്കിൽ ഓഫീസ്, സെയിൽസിലാണ് ഇൻകർ ചെയ്യുന്നതെങ്കിൽ സെല്ലിംഗ് ഓവർഹെഡ്. അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇതുപോലെ തന്നെ ആ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഗുഡ്സ് ഫ്രം ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ടു പ്ലേസ് ഓഫ് കൺസംഷൻ, അതിനാവശ്യമായിട്ട് ഇൻകർ ചെയ്യപ്പെടുന്ന ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇൻഡയറക്ട് എക്സ്പെൻസ്, ഓൾ ദാറ്റ് കംസ് അണ്ടർ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. വെയർഹൌസിന് കൊടുക്കുന്ന റെന്റ്, ഇൻഷുറൻസ്, ഡിപ്രിസിയേഷൻ, വെയർഹൌസ് സ്റ്റാഫിന്റെ സാലറി, പാക്കിംഗ് എക്സ്പെൻസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഡെലിവറി വാൻ എക്സ്പെൻസസ്, എംറ്റി കണ്ടെയ്നേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുക, റീകണ്ടീഷൻ ചെയ്യുക,
അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് അത് ഉള്ള കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഇൻകർ ചെയ്യുന്ന എല്ലാ കോസ്റ്റിനെയും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്. പക്ഷെ അത് എവിടെയാണ് ഇൻകർ ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആ ഓവർഹെഡ് എന്ന് പറയണേ. അത് ഫാക്ടറിയിലാണ് ഇൻകർ ചെയ്യുന്നതെങ്കിൽ ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ എക്സ്പെൻസ് ആണെങ്കിൽ അത് ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഇൻകർ ചെയ്യുകയാണെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ സെല്ലിംഗ് ഓവർഹെഡ്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നല്ല, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഈ രീതിയിലാണ് ഓവർഹെഡുകൾ വന്നിട്ടുള്ളത്. ഇനി ആ ഡിവിഷൻ ഓഫ് കോസ്റ്റ് നമ്മൾ ഒന്നും കൂടി നോക്കുകയാണ്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. അത് നിങ്ങൾ നോക്കൂ, ആ കോസ്റ്റിനെ എങ്ങനെ കോസ്റ്റ് നമ്മൾ പറയുന്ന എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ നിന്ന് എങ്ങനെ ടോട്ടൽ കോസ്റ്റ് വരെ എത്തിയെന്ന് നോക്കൂ. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കണ്ടാൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടിയത് കണ്ടോ. നമുക്ക് ടോട്ടൽ ആയിട്ട് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് ഡിവൈഡ് ചെയ്ത് അതിനെ തന്നെ മെറ്റീരിയൽ ലേബർ എക്സ്പെൻസ് എന്ന് ഡിവൈഡ് ചെയ്ത് അത് തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്ത് അതിന്റെ പല ക്ലാസിഫിക്കേഷനിൽ നിന്ന് അവസാനം ടോട്ടൽ കോസ്റ്റ് കണ്ടുല്ലോ. പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു ഡിവിഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ?